നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് തന്നെയാണ്. ഇന്നലെ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. പ്രഖ്യാപനം വന്നതിന് ശേഷം ആര്യടനാണെങ്കിൽ തൻ്റെ പിതാവിൻ്റെ കബറിടത്തിൽ പോയി പിന്നെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് പാണക്കാട് സാദിഖലി തങ്ങളെ നേരിട്ടാണ് അനുഗ്രഹം വാങ്ങിയൊക്കെയാണ് ഇലക്ഷൻ്റെ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത്. സാധാരണ ആര്യടൻ അങ്ങനെ നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ആര്യടൻ മുഹമ്മദോ 2016 മത്സരിച്ച സമയത്ത് ആര്യടൻ ഷൗക്കത്തോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ 100% ഉറപ്പായി കഴിഞ്ഞു. ആ സമയത്താണ് ഒരു കുറിപ്പ് വൈറലാവുന്നത്. ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ചുള്ള കുറിപ്പാണ്. ആര്യടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചുള്ള കുറിപ്പാണ്. 2003 അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുകയും തിരക്കഥ സംഭാഷണം എഴുതി TV ചന്ദ്രനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. മീര ജാസ്മിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു അത്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ പോസ്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആര്യടൻ ഷൗക്കത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലും പിന്നെ കോൺഗ്രസ് വോട്ട് ആരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നതെന്ന കാര്യത്തിലും അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. റിയാസ് ഫാൽക്കണ്ടി എഴുതിയ കുറിപ്പാണത്. ആര്യടൻ ഷൗക്കത്ത് തിരക്കഥ എഴുതുകയും നിർമ്മിക്കുകയും ചെയ്ത TV ചന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് പാഠം 1 ഒരു വിലാപം. 2003 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ മീര ജാസ്മിൻ നായികയായും ഇർഷാദ് വില്ലനായ കഥാപാത്രമായ നടനുമാണ്. കേരളത്തിൽ അന്ന് UDF ഭരണമായതിനാൽ സിനിമയ്ക്ക് അവാർഡൊന്നും ലഭിച്ചില്ല. സിനിമയിലെ അഭിനയത്തകവിന് മീര ജാസ്മിന് മികച്ച നടിക്കുള്ള ദേശീയ ഫിലിം അവാർഡ് ലഭിക്കുകയും ഉണ്ടായി. മലപ്പുറത്തെ ആ കാലഘട്ടത്തിലെ യഥാർത്ഥ ചിത്രമാണ് സിനിമാ പശ്ചാത്തലം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മീര ജാസ്മിനെ സിനിമയിലെ വില്ലൻ കഥാപാത്രമായ ഇർഷാദ് വിവാഹം കഴിക്കുന്നതും തുടർന്ന് നടക്കുന്ന തലാഖും എല്ലാമായി നായിക അകപ്പെട്ടു പോയ മാനസികാവസ്ഥ വിവരിക്കുന്ന സിനിമയിൽ നായികയുടെ കൂട്ടുകാരിയ ആളിനെ മൈസൂർ കല്യാണം നടക്കുന്നതുമെല്ലാം അടങ്ങുന്ന വിവരണമാണ് ചിത്രം. സ്വന്തം പണം മുടക്കി ഷൗക്കത്ത് തിരക്കഥ എഴുതി നിർമ്മിച്ച ആ സിനിമ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിരുന്നു. ആ സിനിമ ചെയ്തതിൻ്റെ പേരിൽ ഷൗക്കത്തിനെതിരെ ഒരിക്കലും ഒരു ക്യാമ്പയിൻ ആര് നടത്തിയാലും അതിനെ നിരുത്സാഹപ്പെടുത്തണം. ഇടതുപക്ഷ കാഴ്ചപ്പാടാണത്. മുസ്ലിങ്ങളിൽ മാത്രമല്ല ബാലവിവാഹം നടന്നിരുന്ന ഇന്നും രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഹിന്ദി ഭൂമികയിൽ ബാലവിവാഹം നടക്കുന്നുണ്ട്. അതിനെതിരെ പോരാടുന്ന ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പോലും ബാലവിവാഹം ഇല്ലാതാക്കിയത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ കഴിവുകൊണ്ട് മാത്രമാണ്. കേരളത്തിലെ പ്രത്യേകത അന്ന് ഇതിനൊക്കെ എതിരെ നിൽക്കുന്ന മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ കൂടെ രാഷ്ട്രീയ ഭരണാധികാരം കൈയാളുന്ന ലീഗ് ഉണ്ടായിരുന്നു എന്നതാണ്. 2013 കാലത്ത് പോലും മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായ മൈൻ ഹാജി പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൽ 18 വയസ്സ് മാനദണ്ഡം എടുത്തു കളയാൻ കോടതിയിൽ പോകുമെന്നും വിവാഹത്തിന് പ്രായം നിശ്ചയിക്കുന്ന ശരീഅത്ത് നിയമത്തിൻ്റെ ലംഘനമാണെന്നും പെൺകുട്ടികൾ ഋതുമതിയായാൽ വിവാഹം നടത്തണമെന്നുമൊക്കെയുള്ള വിചിത്രമായ വാദങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആര്യടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇന്ന് ആ സിനിമയിലെ എതിർക്കപ്പെട്ടവരോടൊപ്പമാണ്. ആ രാഷ്ട്രീയത്തെയാണ് തുറന്നു കാട്ടേണ്ടത്. ആര്യടൻ മുഹമ്മദിൻ്റെ മകനായ ഷൗക്കത്ത് എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്നില്ല എന്നാണ് ചോദിക്കേണ്ടത്. 2008 കശ്മീരിലെ കുപ്വാരയിൽ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളിൽ മലപ്പുറം ജില്ലക്കാരുൾപ്പെടെയുള്ള മലയാളികൾ ഉണ്ടായപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അതിൽ വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ കുറ്റപ്പെടുത്തിയ ആളാണ് ആര്യടൻ മുഹമ്മദ്. അത്രത്തോളം കടന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇടതുപക്ഷം പോലും സ്വീകരിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയാതെ ആര്യടൻ മുഹമ്മദിൻ്റെ പൈതൃകം ഷൗക്കത്ത് അവകാശപ്പെടുന്നത് പത്മജ വേണുഗോപാൽ കരുണാകരൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന പോലെ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കാണാനാകൂ എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. മലപ്പുറം രാഷ്ട്രീയത്തിൽ ആര്യടൻ മുഹമ്മദ് എന്തായിരുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ലീഗിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയാണ് എ ഗ്രൂപ്പിൻ്റെ മലപ്പുറത്തെ പ്രധാനപ്പെട്ട നേതാവായ ആര്യടൻ മലപ്പുറത്ത് വളർന്നു വന്നത്. ലീഗിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതുതന്നെയായിരുന്നു തുടക്കകാലത്ത് ആര്യടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയം. ശക്തമായ നിലപാട്. നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷവുമായിട്ടും ലീഗുമായിട്ടും പരസ്പരം പോരടിച്ച് തന്നെയാണ് ആര്യടൻ ഷൗക്കത്ത് തൻ്റെ രാഷ്ട്രീയം അവിടെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ പിതാവായ ആര്യടൻ മുഹമ്മദിൻ്റെ കൂട്ട് തന്നെ. എന്നാൽ ഇപ്പോൾ 2024 ഈ നിർണായകമായ ബൈ ഇലക്ഷനെ നേരിടാൻ പോകുമ്പോൾ അവരുടെ നിലപാട് ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പം SDP-ക്കൊപ്പം ലീഗിനൊപ്പവുമാണ്. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിയിട്ടാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് മാത്രമാണ് ആര്യടൻ ഷൗക്കത്തിനോട് ചോദിക്കേണ്ടത്. കൃത്യമായി പറയുകയാണെങ്കിൽ തന്തയ്ക്ക് പറയിപ്പിക്കുകയാണോ എന്ന് ആര്യടൻ ഷൗക്കത്തിനോട് ചോദിക്കാം. എന്തായാലും ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഇലക്ഷൻ നിൽക്കാൻ പോവുകയാണ്. വോട്ട് വേണ്ട എന്ന് പറയാൻ പോകുന്നില്ല. ശ്രദ്ധേയമായ കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ ഇലക്ഷനിലും 2016 2024 SDP-ക്ക് ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിലുണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥി
ഏറ്റവും കുറഞ്ഞത് 4000 വോട്ട് വരെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ SDP സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഉണ്ടെങ്കിൽ തന്നെ ആ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കുമെന്ന കാര്യം ശ്രദ്ധേയമാണ്. ആ വോട്ട് എങ്ങോട്ട് പോകുമെന്ന് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് പറയുകയും ചെയ്യാം. എന്തായാലും ആര്യടൻ മുഹമ്മദിൻ്റെ ആ ലെഗസി ആര്യടൻ ഷൗക്കത്ത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP വോട്ട് ആര്യടന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കുറിപ്പാണ്, ചർച്ചയാവേണ്ട കുറിപ്പാണ്. ആര്യടൻ ഷൗക്കത്തിൻ്റെ ഭാവി എന്തായാലും ഇലക്ഷൻ ഫലം വരുന്ന അന്നറിയാം. തൻ്റെ ലെഗസി അദ്ദേഹം കീപ്പ് ചെയ്യുമോ, കാത്തു സൂക്ഷിക്കുമോ എന്ന് ആ ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും.